ശ്രീ പി പി സുമോദ്. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാളിതുവരെയുള്ള വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വിഭിന്നമായി ഏറെ വൈവിധ്യത്തോടു കൂടിയാണ് 4 വർഷ ബിരുദം നടപ്പിലാക്കുന്നത്. സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമെല്ലാം ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആശങ്കകളും ഉത്കണ്ഠകളും ഉണ്ടാവും. ഇവ അകറ്റുന്നതിനും വിദ്യാർത്ഥികൾക്ക് കൃത്യമായി തങ്ങളുടെ അക്കാദമിക് സമീപനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്കുണ്ടായാൽ അത് പരിഹരിക്കുന്നതിനുമായി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? 4-year UG പ്രോഗ്രാം ഒരു പുതിയ സമ്പ്രദായമാണ് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം ആശങ്കകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഹയർ സെക്കൻഡറി തലം മുതൽ ഈ പുതിയ മാറ്റത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരിചയപ്പെടുത്തൽ പരിപാടികൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കോളേജിലേക്ക് കടന്നു വന്ന ശേഷം എല്ലാ പ്രസക്തമായ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ഉപദേശങ്ങൾ നൽകുന്നതിന് ഓരോ ക്ലാസ്സിലും ഒരു ഫാക്കൽറ്റി ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കണം എന്ന നിബന്ധന വച്ചിട്ടുണ്ട്. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എല്ലാ അക്കാദമിക് പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള രേഖകൾ ഈ ഫാക്കൽറ്റി ഉപദേഷ്ടാവിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇൻറ്റേർണൽ മാർക്കുകൾ, ക്ലാസ് റൂമിലെ സാന്നിധ്യം, ക്ലാസ് റൂമിലെ പങ്കാളിത്തം, ഇതെല്ലാം തന്നെ 2 പ്രവൃത്തി ദിവസത്തേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചതിന് ശേഷം മാത്രമേ സർവകലാശാല പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന നിബന്ധനയുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ അക്കാദമിക് കമ്മിറ്റി വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും സംശയ നിവാരണത്തിനുമായിട്ട് പ്രവർത്തിക്കും. DLAC തലത്തിൽ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ കോളേജ് ലെവൽ അക്കാദമിക് കമ്മിറ്റിക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അവിടെയും സംശയ നിവാരണവും മറ്റു രീതിയിലുള്ള പരാതി പരിഹാരവും സാധ്യമാകും. ഇൻറ്റേർണൽ അസസ്മെൻറ്റും ഹാജർ നിലയും സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആദ്യം പ്രിൻസിപ്പലിനെയോ HODയെയോ സമീപിക്കാം. അവിടെ പരിഹാരം ലഭിക്കുന്നില്ല എങ്കിൽ യൂണിവേഴ്സിറ്റി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പരാതി നൽകാവുന്നതാണ്. പ്രിൻസിപ്പലിന് ലഭിക്കുന്ന പരാതികളും തീർപ്പായിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യും. കെയറിപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ട് അഡ്മിഷൻ തുടങ്ങി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായ നിലയിൽ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും അറിയാൻ കഴിയുന്ന നിലയും സംജാതമാകും. ഓരോ വിദ്യാർത്ഥിക്കും തങ്ങളുടെ പ്രത്യേകമായ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൽ ലോഗിൻ ചെയ്ത് ഈ സോഫ്റ്റ്വെയറിലൂടെ എല്ലാ കാര്യങ്ങളും സുതാര്യമായി അറിയാവുന്ന വിധത്തിലാണ് നടപ്പാക്കുന്നത്. ഒരു LMS സംവിധാനം, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റവും ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സർവകലാശാലകളിലും ഉറപ്പാക്കുന്നുണ്ട്.